മറ്റ് മുന്നണികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് BJP തെരഞ്ഞെടുപ്പ് ലാക്കാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് അവർ നടത്തിയ മുന്നൊരുക്കങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂരിലും കോഴിക്കോട്ടും ഒക്കെ തന്നെ വലിയ വിജയവും ഉണ്ടായി. അതൊക്കെ മറ്റ് രണ്ട് മുന്നണികളെയും അങ്കലാപ്പിലാക്കുന്ന കാര്യമാണ്. അതുപോലെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവും അതിന് പാരലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതായത് എവിടെ ഏതെല്ലാം സ്ഥാനാർത്ഥികൾ മത്സരിക്കണം എന്നുള്ളത് പാർട്ടി കണ്ടിരുന്നു. അതിനനുസരിച്ച് അവിടെ സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായിട്ട് തന്നെ നിർദ്ദേശിക്കുകയും അവിടെ ആ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ച BJPയിൽ നിരവധി പേരുണ്ട്. അവരാ നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ ഒരു തിളക്കമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ തിളക്കമുണ്ടാക്കിയ ഒരു നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള വട്ടിയൂർക്കാവ് മണ്ഡലം. ഇത് പഴയ നോർത്ത് മണ്ഡലമാണ്, പിന്നീടാണ് വട്ടിയൂർക്കാവ് എന്നുള്ളതായി മാറിയത്. തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രല്, കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്ന ഒരു എലൈറ്റ് ക്ലാസ് ആണത്. നല്ല മൂത്ത നായന്മാരുടെ മണ്ഡലവും കൂടിയാണ്. വട്ടിയൂർക്കാവ് കഴിഞ്ഞ കുറേ നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നേമത്തേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറി എന്നുള്ളതാണ്. 2016 കെ മുരളീധരന് അവിടെ നിന്ന് വിജയിച്ചു പോയതാണ്. മുരളീധരൻ ആ മണ്ഡലത്തെ, കോൺഗ്രസിലെ കെ മുരളീധരൻ, ഇത്രയും ഭംഗിയായിട്ട് കോൺഗ്രസിൽ ഒരാൾ, ഒരു നേതാവ് മണ്ഡലത്തെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് വട്ടിയൂർക്കാവ്. അവിടെയുള്ള ഏത് പ്രശ്നത്തിനും മുരളീധരൻ എത്തുന്നു. വട്ടിയൂർക്കാവിലെ ഇടറോഡുകളെല്ലാം തന്നെ ഭംഗിയാക്കി കൊടുത്തു. ഏത് കാര്യത്തിനും റെസിഡൻസ് അസോസിയേഷനുകളുടെ പങ്കാളിത്തം മുരളീധരൻ ഉറപ്പാക്കും. അങ്ങനെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ആർക്കും മുരളീധരനെ സമീപിക്കാം എന്നുള്ള രീതിയിലേക്കും മാറി. അങ്ങനെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരൻ തിളങ്ങി നിൽക്കുമ്പോഴാണ് 19 തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റി വിട്ടത്. അത് ഈ കോൺഗ്രസ്സുകാരുടെ കുഴപ്പം തന്നെയാണ്. കയ്യിലിരുന്ന സീറ്റ് അതോടുകൂടി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതിന് മറ്റൊരു ഇതുപോലൊരു ഉദാഹരണമാണ് കോന്നി മണ്ഡലം. ഇതുപോലെ തന്നെയാണ്. അടൂർ പ്രകാശ് വളരെയധികം നന്നായിട്ട് സംരക്ഷിച്ചു കൊണ്ടുവന്നു. ഒടുവിൽ എന്ത് പറ്റി? അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ പാർലമെന്റിലേക്ക് തട്ടി. അതെന്ത് ചെയ്തു? പിന്നീട് അത് CPM ഉപതെരഞ്ഞെടുപ്പിൽ CPM അത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ മനഃപൂർവ്വം കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന കുഴപ്പമാണ്. പിന്നീട് കെ മുരളീധരന് ഒരു രക്ഷകനായിട്ട് കേരളത്തിൻ്റെ തെക്കും വടക്ക് വിട്ട് ഓടിക്കാൻ തുടങ്ങി. നേമത്തും പിന്നെ വടകരയിലും പിന്നെ അവിടെ നിന്ന് തൃശ്ശൂരും ഒക്കെയാക്കി. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തനമെല്ലാം തന്നെ വളരെ ഊർജ്ജസ്വലമായി നടത്തി 10 സീറ്റിൽ നിന്ന് 19 സീറ്റിലെത്തിച്ചു. ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കോൺഗ്രസ് സമ്പൂജ്യരായി മാറും എന്ന് പറഞ്ഞതിനെ തിരുത്താനായിട്ട് കെ മുരളീധരന് സാധിച്ചു. 10 നിന്ന് 19 എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ലത്. അപ്പം മുരളീധരൻ്റെ ഒരു അധ്വാനമാണ് അതിനകത്തുണ്ടായത്. അങ്ങനെ മുരളീധരൻ എന്തുകൊണ്ട് അധ്വാനിച്ചു എന്ന് ചോദിച്ചാൽ, മുരളീധരൻ വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കണം എന്നുള്ളൊരു താല്പര്യത്തോടുകൂടി നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാരെ തകർക്കാതിരുന്നാൽ മതി. ഇടയ്ക്ക് അങ്ങനെ തകർക്കുമെന്നുള്ളൊരു നീക്കം മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഗുരുവായൂർ മണ്ഡലം കൂടി നോക്കി വെച്ചു. അത് ലീഗിൻ്റെ കൈവശം ഇരിക്കുന്നതാണ്. ലീഗ് കോൺഗ്രസിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമാണ്. ലീഗിൻ്റെ ഒരു മണ്ഡലത്തിൽ പോയി കോൺഗ്രസ്സുകാരിൽ ഒരാൾ മത്സരിച്ചാൽ വലിയ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു വരാം. കാരണം അവിടെ അവരാരും പാലം വലിക്കുന്നവരല്ല. കോൺഗ്രസ്സുകാരന്മാരാണല്ലോ ഇത്തരത്തിലുള്ള ഈ നെറികേടും നന്ദികേടും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും മുരളീധരൻ ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വരും എന്നറിയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് BJP വട്ടിയൂർക്കാവിലേക്ക് ഇറക്കി നിർത്തിയത്
കൃഷ്ണകുമാറിനെയാണ്, ചലച്ചിത്ര നടൻ കൃഷ്ണകുമാർ. 2021 തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ചു. ആന്റണി രാജുവും VS ശിവകുമാറുമായിരുന്നു അന്ന് LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ. ആന്റണി രാജുവാണ് ഇപ്പോൾ അവിടെ നിന്ന് ജയിച്ച് സിറ്റിംഗ് MLA ആയിരിക്കുന്നത്. ആന്റണി രാജുവിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് CPM എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഘടകകക്ഷി ഇല്ലാതാവുകയും ചെയ്യും. ആന്റണി രാജു ഇനിയൊട്ട് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പോകുന്നുമില്ല. അപ്പോൾ അത്രത്തോളം കൃഷ്ണകുമാർ തിരുവനന്തപുരത്തിനും പരിചിതനായിട്ടുള്ള ആളാണ്. കൃഷ്ണകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ചതാണ്. അപ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേരും പെരുമയൊക്കെ ഉള്ളതാണ്. സമീപകാലത്തായിട്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതുപോലെ ജനകീയ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇടപെടുകയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയുമാണ് ചെയ്തത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട്. കാരണം പാർട്ടി അനൗദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിരുന്ന കാര്യമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ചിത്രം ഒന്ന് മാറുന്നത്. ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറായി മാറുന്നു. ശ്രീലേഖയെ പോലുള്ള IPSകാരിയായിട്ടുള്ള ഒരാൾ കൗൺസിലറായി ജയിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേയറാകും എന്ന് തിരുവനന്തപുരത്തുകാർ തന്നെ അങ്ങ് തീർച്ചപ്പെടുത്തി. പാർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പലരുമോ ഇതിനകത്ത് തീരുമാനമൊന്നും എടുത്തില്ലെങ്കിലും ജനം അങ്ങനെ സ്വമേധയാ അങ്ങ് തീർച്ചപ്പെടുത്തിയതാണ്. അങ്ങനെ സ്വമേധയാ ഒരു തീർച്ചപ്പെടുത്തൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത്രത്തോളം ജനകീയമായിട്ട് ആ വിഷയം നിറഞ്ഞു നിന്നപ്പോൾ ശ്രീലേഖയും അത്തരത്തിൽ ധരിച്ചു. അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നത് ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിർത്തി മത്സരിപ്പിക്കും എന്നാണ്. അങ്ങനെ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ വളരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടുത്തെ കുടുംബ സംഗമങ്ങളിലും അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത് അദ്ദേഹം അവിടെ ഒരു അടിത്തറ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം BJPക്ക് ഏറെ നോട്ടമുണ്ട്. BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ച നിയമസഭാ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. ഇവിടുത്തെ ഏതാണ്ട് 10-12 വാർഡുകളിൽ നിന്നാണ് BJPക്ക് വിജയമുണ്ടായത്. അതുകൊണ്ട് ഇതെല്ലാം കൃഷ്ണകുമാറിന് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. ഈ അവസരത്തിലാണ് ശ്രീലേഖയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കും എന്നുള്ള രീതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ശ്രീലേഖയുടെ ഒരു പ്രൊഫൈലിനെയോ ഒന്നും തന്നെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിനപ്പുറം ഒരു ജനകീയ സ്വഭാവമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏത് തരത്തിലാണ് പ്രവർത്തിച്ചത്? ജനങ്ങളുമായിട്ട് ഇറങ്ങിച്ചെല്ലുന്നു, അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാന നിമിഷം ഇത് ഈ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP തന്നെ അവർക്ക് കൈകളിലേക്ക് വന്ന ഒരു സീറ്റ് ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ശ്രീലേഖ മത്സരിച്ചു കഴിഞ്ഞാൽ തോക്കും എന്നല്ല പറയുന്നത്, അതിനപ്പുറമുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കൃഷ്ണകുമാറിന് സാധിച്ചു എന്നുള്ളതാണ് കൃഷ്ണകുമാർ ഉണ്ടാക്കുന്ന. കാരണം എന്തു പറഞ്ഞാലും ഈ സ്ത്രീജനങ്ങളുടെ വോട്ട് നന്നായിട്ട് കൃഷ്ണകുമാറിന് സമാഹരിക്കാൻ കഴിയും. അദ്ദേഹം ടെലിവിഷൻ സീരിയൽ രംഗത്തും ചലച്ചിത്ര രംഗത്തും അറിയപ്പെടുന്ന ആളാണല്ലോ. അത്തരത്തിലുള്ള ഒരു പിന്തുണ കൃഷ്ണകുമാറിനുണ്ട്. അതുകൊണ്ട് BJP മനഃപൂർവ്വം കൈകളിലേക്ക് വന്ന ആ സീറ്റ് തട്ടിക്കളയാതിരിക്കാൻ ശ്രമിക്കുക. CPMൽ നിന്ന് VK പ്രശാന്ത് തന്നെയായിരിക്കും മത്സരിക്കുക എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന മണ്ഡലം BJPക്ക് അനുകൂലമായി നിൽക്കുന്നത് തട്ടിക്കളയാതിരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.